ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ 1/2 ലിറ്റർ മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സോസ് പാനിലേക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തിളച്ച് കിട്ടും. തിളച്ച് തുടങ്ങുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. പാലിപ്പം നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ 250 ml കപ്പിൽ 1/2 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മധുരം നിങ്ങൾക്ക് ഇത്ര തന്നെ വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ അളവ് കുറക്കാവുന്നതാണ്. ഇനി ഇത്തിരി കൂടെ വേണമെന്നാണെങ്കിൽ അങ്ങനെ ആവാം. മധുരമൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ആഡ് ചെയ്ത് കൊടുക്കുക. പാല് തിളക്കാനായി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളൊന്ന് ഫ്ലെയിം കുറച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കസ്റ്റാർഡ് മിക്സ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ആ ഒരു ടൈമിൽ പാല് പെട്ടെന്ന് തിളച്ച് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. 2 ടേബിൾ സ്പൂൺ വാനില ഫ്ലേവർ കസ്റ്റാർഡ് എടുത്തിട്ടുണ്ട്, കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് അളവിൽ 250 ml കപ്പിൽ 1/4 കപ്പ് അളവ് എടുത്തിട്ടുണ്ട്. പാല് ചൂടുള്ള പാലല്ല, ചൂടില്ലാത്ത തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. ഒരിക്കലും ചൂടുള്ള പാല് നിങ്ങൾ ഒഴിക്കരുത്. അപ്പോൾ പാല് നമ്മൾ ഒഴിച്ചു. ഇനി നമുക്ക് നന്നായിട്ട് കട്ടയൊട്ടുമില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. പാല് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ കട്ടയൊട്ടുമില്ലാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇപ്പോൾ ഇതിവിടെ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ കസ്റ്റാർഡ് മിക്സ് റെഡിയാക്കി എടുക്കുന്ന ടൈമിലൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് തിളച്ച് വരണ്ടെന്ന് വിചാരിച്ചിട്ട്. വീണ്ടും നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച കസ്റ്റാർഡ് മിക്സ് എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. കാരണം ഇത്തിരി കഴിയുമ്പോൾ തന്നെ അടിവശത്ത് പോയിട്ട് കട്ട പിടിച്ച് നിൽക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിൽ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കാണ്ട് നിന്നാൽ കട്ട പിടിച്ച് പോകും കേട്ടോ. ഇനി ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്ത് കുറുക്കിയെടുക്കുക. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഇപ്പോൾ തന്നെ ഒന്ന് പ്രസ് ചെയ്യാം. ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത്. ഓവർ അങ്ങോട്ട് തിക്കാവേണ്ട കേട്ടോ. കാരണം ഇതൊരു ഡ്രിങ്ക് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ മതി. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വന്നതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ചൂടാറുക, പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മൾ കസ്റ്റാർഡ് മിക്സ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇത്തിരി തിക്കായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചൂടാറി വരുമ്പോൾ തണുത്ത് വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കായി വരും. ഇനി മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ജാറിലേക്ക് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഐസ് ക്യൂബ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് ആദ്യം നമ്മൾ തണുപ്പിച്ചെടുത്ത തണുപ്പ് തന്നെ മതിയാണെങ്കിൽ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ കൂടുതൽ തണുപ്പ് വേണമെന്നാണെങ്കിൽ ഇത്തിരി കൂടി ഐസ് ക്യൂബ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം.
ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്ത മിക്സ് ഒഴിച്ച് കൊടുക്കുക. അടിച്ചെടുത്ത മിക്സ് മൊത്തത്തിൽ ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് ആപ്പിളിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഒരു മീഡിയം സൈസ് ക്യാരറ്റിൻ്റെ ഒരു 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇവ രണ്ടും നമുക്ക് ഈ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ കാഷ്നട്ടും ബദാമും ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ കസ്കസ് 1/2 കപ്പ് വെള്ളത്തിലൊന്ന് 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റ് വെക്കുമ്പോഴേക്കെൻ്റെ കറക്റ്റ് സോക്കായി വരും കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. പിന്നെ ഒരു കാര്യം, ഇതിലേക്ക് നിങ്ങൾക്ക് ഫുഡ് കളർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏത് കളറും ആഡ് ചെയ്ത് കൊടുക്കാം. കളർ ചേഞ്ച് വേണമെന്നാണെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യുക. അല്ലെങ്കിൽ പിസ്ത, സ്ട്രോബെറി അങ്ങനെയുള്ള എസൻസുകൾ ഉണ്ടാവുമല്ലോ നമ്മൾ മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കുന്നത്, അത് കയ്യിലുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അതും 1-2 ഡ്രോപ്പൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ആഡ് ചെയ്ത് കൊടുത്ത് കളർ ചേഞ്ചും ടേസ്റ്റിനൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. അതൊക്കെ താല്പര്യം പോലെ ചെയ്യുക. നമ്മളിപ്പോൾ അതൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഈ ഒരു രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. പിന്നെ ഒരു കാര്യം, ഈ ഒരു ടൈമിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടോ എന്നുള്ളത്. പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തിക്നെസ് നിങ്ങളെ താല്പര്യം പോലെ കുറക്കണം എന്നാണെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സോ വെള്ളമോ പാലോ ഒഴിച്ചു കൊടുത്ത് തിക്നെസ് കുറക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സെർവ് ചെയ്യാനായി ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഈ സമ്മറിലൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. ഇത് നമുക്കൊരു പാർട്ടി സ്പെഷ്യലായിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ എടുത്തതൊക്കെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് കൂടുതലായിട്ട് എടുത്താൽ മതി. കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളൊരു പാർട്ടിയൊക്കെ വീട്ടിൽ റെഡിയാക്കുമ്പോൾ തയ്യാറാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ദിവസം മുന്നേ തന്നെ കസ്റ്റാർഡിൻ്റെ മിക്സ് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ ആ പാർട്ടി ടൈമിലൊക്കെ നമുക്ക് അടിച്ചെടുത്തിട്ട് ഇതേപോലെ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നട്ട്സും ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് കസ്കസും നമ്മൾ സെർവ് ചെയ്യുന്ന ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുക. ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഒരുപാട് ചിലവൊന്നും വരുന്നില്ല. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻറ്റ്സ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയെ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.